വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു കേട്ടോ. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിലും ഇതിനകത്ത് പാട്ട് കയറ്റണോ വോയിസ് കയറ്റണോ എന്നുള്ളൊരു ആലോചനയിലായിരുന്നേ. സത്യം പറഞ്ഞാൽ നമ്മൾ ഫോൺ എടുത്ത് ഓരോ റീൽസും കാണുമ്പോൾ അത് കണ്ട് പോകും. 3 മിനിറ്റത്തെ 2 മിനിറ്റത്തേക്ക് റീൽസൊക്കെ ആയിരിക്കും. പക്ഷേ ഇതിനു വേണ്ടി എന്തോരം എഫേർട്ട് എടുക്കുന്നുണ്ടെന്ന് അറിയാമോ. നമ്മൾ ഓരോന്നൊക്കെ ചെയ്ത് തുടങ്ങുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം കേട്ടോ. ഞാൻ വലിയ രീതിയിലൊന്നും ചെയ്തിട്ടല്ല, എന്നാലും 2-3 വീഡിയോ ചെയ്തതിൻ്റെ ഒരു ഇതുകൊണ്ട് ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ. വീഡിയോ എടുത്തു വെച്ച് അത് എഡിറ്റ് ചെയ്യാനുള്ള സമയം, പിന്നെ എൻ്റെ വോയിസ് കയറ്റാണെങ്കിൽ വോയിസ് ഓവർ, ഇതെല്ലാം നമ്മൾ വേറെ എന്തെങ്കിലും ജോലിക്കൊന്നും പോകണില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്കിതൊക്കെ അപ്പം അപ്ലോഡ് ചെയ്തൊക്കെ ഇടാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേ എന്നെപ്പോലെ 1 മാസവും 2 മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഓരോ വീഡിയോകൾ ഇടാൻ പറ്റുക കേട്ടോ. പക്ഷേ എനിക്കൊരു ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇതിങ്ങനെ തുടരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ദേ ഓഫീസ് വിട്ട് വന്നു. എൻ്റെ വിളക്ക് വയ്ക്കലും നാമജലൊക്കെ കഴിഞ്ഞായിരിക്കട്ടെ ചെറിയൊരു ചായ കൂടി ഉണ്ടാവുക. അച്ഛൻ അപ്പോഴത്തേക്കും 2 മുൾസയൊക്കെ ഉണ്ടാക്കി വന്നിട്ടുണ്ടായിരുന്നു. ആ കൂട്ടരും പൊന്നുകുട്ടിക്കും കൊടുത്തു, ഞാനും കഴിച്ചു കേട്ടോ. അങ്ങനെ ഞാനിത്തിരി കട്ടൻ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരുന്നു. അപ്പോഴത്തേക്കും പൊന്നുകുട്ടി ആകൊണ്ട് കുറച്ച് നേരം മടിയിലൊക്കെ വന്നിരുന്ന് അച്ഛൻ പൊന്നുകുട്ടിക്ക് ഇതേ മൂക്കിപ്പൊടി വലിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വലിച്ചതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെയാണ് പറയണേ, എരിച്ചിലും പോച്ചിലൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളത്. അങ്ങനെ രണ്ടുപേരും കൂടെ ഇതേ മടിയിൽ കുറേ നേരമൊക്കെ ഇരുന്ന് വൈകുന്നേരം ഇപ്പം ഞാൻ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ടാണെങ്കിൽ അച്ഛൻ ഓട്ടം കഴിഞ്ഞിട്ട് വന്നിട്ടാണെങ്കിൽ എല്ലാവരും കൂടി ഇങ്ങനെ കാണുമ്പോഴത്തേക്കും എന്തെന്നല്ലാത്തൊരു സന്തോഷമാട്ടോ. കുറേ നേരമൊക്കെ ഇരുന്ന് വർത്താനം സ്നേഹപ്രകടനമൊക്കെ കഴിഞ്ഞ് പിന്നെ ദേ ഞാൻ അടുക്കളയിലേക്ക് പോന്നിട്ട് എൻ്റെ പതിവ് പരിപാടികളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് അച്ഛൻ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ചാള ഉണ്ടായിരുന്നു, പിന്നെ ദേ വറ്റ ഉണ്ടായിരുന്നു കേട്ടോ ചെറിയ. അപ്പം അച്ഛൻ കടയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും ദേ പാമ്പും കൂടിയും വേണമെന്ന് കുറേ ദിവസമായി പറയുന്നുണ്ടായിരുന്നു. അപ്പം അച്ഛൻ അത് വാങ്ങിയിട്ട് വന്ന് അവർ 3 പേരും അവിടെ നിന്ന് കളി തുടങ്ങി. ഞാൻ ദേ അടുക്കളയിലേക്ക് പോന്നു കേട്ടോ. മീൻകറി വെക്കണമല്ലോ. അങ്ങനെ ദേ വറ്റ എടുത്ത് കറി വെക്കാൻ വെച്ചു, 2-3 കഷ്ണം വറക്കാനും വെച്ചു കേട്ടോ. അധികം മുള്ളില്ലാത്തതും കൊണ്ട് അത് കൂട്ടി അവർ കഴിച്ചോളൂല്ലോ. പിന്നെ ദേ പാലും തിളപ്പിക്കാൻ വെച്ചു. ചാള 3 ഉണ്ടായിരുന്നുള്ളൂ, അത് അച്ചയ്ക്കും എനിക്കും വേണ്ടിയിട്ട് വറക്കാൻ വെച്ചു കേട്ടോ. പിന്നെ ദേ വേഗം ചോറൊക്കെ ചൂടാക്കി പൊന്നുകുട്ടിക്ക് കൊണ്ടുപോയി കൊടുത്തു. വാക്കുട്ടിന് ചോറ് കൊണ്ടുപോയി കൊടുത്തപ്പോൾ എന്തോ വഴക്കിട്ട് നിൽക്കുക കേട്ടോ. ഞാൻ അടുക്കളയിൽ വന്നപ്പോൾ എപ്പോഴോ ദേഷ്യപ്പെട്ട്, ഞാൻ ഓർക്കണില്ല, പക്ഷേ പുള്ളി അത് മറന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ദേ മണിച്ചിത്രത്താഴായിരുന്നു സിനിമ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ട് ഞങ്ങൾ ദേ ഊണൊക്കെ കഴിച്ചു കേട്ടോ.